ശരിക്കും ഷെഫീറിന് എന്താണ് സംഭവിച്ചത്? ശരിക്കും അതൊരു ഒളിച്ചോട്ടം തന്നെയാണോ? ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേർ ഒളിച്ചോടിയിട്ടുണ്ട്. ദിവസങ്ങൾക്കകം തന്നെ അവരെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വെറും ഒരു ഒളിച്ചോട്ടം മാത്രമല്ല നടന്നത്. പകരം 1 വയസ്സായ ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് ആ മനുഷ്യൻ കടന്നു കളഞ്ഞത്. ഒളിച്ചോട്ടമല്ല എന്ന് ഒരിക്കലും തന്നെ പറയാൻ സാധിക്കില്ല. കാരണം ഒളിച്ചോട്ടം എന്ന രീതിയിൽ പലതരത്തിലുള്ള തെളിവുകളും പോലീസിന് തന്നെ ലഭിച്ചിട്ടുണ്ട്. സ്വന്തം ഭാര്യയോട്, അതായത് കുഞ്ഞിന്റെ ഉമ്മയോട് കല്യാണത്തിനാണെന്നും പറഞ്ഞ് പോവുക. പക്ഷെ അങ്ങനെ ഒരു കല്യാണത്തിന് ഷെഫീർ പങ്കെടുത്തിട്ടില്ല എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനും അപ്പുറം CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മിസ്സിംഗ് അല്ല, കരുതിക്കൂട്ടിയുള്ള ഒളിച്ചോട്ടം തന്നെയാണ് നടന്നത് എന്നതും പോലീസ് സ്ഥിരീകരിച്ചതാണ്. പക്ഷെ എക്സ്പോർട്ട് ആയിട്ടുള്ള ആളുകൾ ഒരു ബാങ്ക് റോബറി നടത്തിയാൽ പോലും ആഴ്ചകളോ ദിവസങ്ങളോ കൊണ്ട് ആ പ്രതിയെ പോലീസിന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ക്രിമിനൽ ആക്ടിവിറ്റീസ് കാണിക്കാത്ത, ഒരു തരത്തിലും ആർക്കും തന്നെ പരാതിയില്ലാത്ത ഒരു മനുഷ്യന് ഒരാളെ കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ദിവസം ഒളിച്ചു താമസിക്കാൻ സാധിക്കുക? അതും ഇത്രയ്ക്കും ഡെവലപ്മെന്റ് ആയ ഒരു രാജ്യത്ത്, ഒരു നിയമ സംവിധാനം നിലവിലുള്ളപ്പോൾ, ഒരു ഫോഴ്സ് തന്നെ നിലവിലുള്ളപ്പോൾ, വ്യാപകമായ ഇന്റർനെറ്റ് ഉപഭോക്താക്കളുള്ള ഒരു രാജ്യത്ത് ഒരുപക്ഷെ മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ ഇവരുടെ ന്യൂസും ഇവരുടെ ഫോട്ടോസും എല്ലാം തന്നെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മലയാളികളുള്ള ഒരു ഏരിയയിൽ ഇവർ പ്രത്യക്ഷപ്പെട്ട തീർച്ചയായിട്ടും ഇവരെ കണ്ടുപിടിക്കാൻ എളുപ്പമാവുകയും അത് പോലീസിൽ എത്തുകയും ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മലയാളികളില്ലാത്ത ഏരിയ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ എന്നിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും ഈ ഷെഫീറിനെയോ കുഞ്ഞിനെയോ കാമുകിയെയോ പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്തത്? ഒന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും വിദേശത്തേക്ക് കടന്നിട്ടുണ്ടാവണം. ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും തന്നെ അവരെ കൊണ്ട് അതിന് സാധിക്കില്ല. വേഷം മാറി നടന്ന് ഇത്രയും ദിവസം കണ്ണിൽപ്പെടാതിരിക്കാൻ അത്രയ്ക്കും ഇന്റലിജന്റ് ആയ വ്യക്തിയാണ് ഷെഫീർ എന്ന് ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പക്ഷെ ഇവർ ഒളിച്ചോടിയതിൽ ഒരുപക്ഷെ ആർക്കും തന്നെ പരാതി ഉണ്ടാവുകയില്ല. ഒരു ഭാര്യയെ പറ്റിച്ചു എന്നതിലുപരി മാതൃസ്നേഹം അനുഭവിക്കേണ്ട ഒരു കുഞ്ഞിനെ, അമ്മയുടെ മാറിന്റെ രുചി അറിയേണ്ട ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ടാണ് ഇവൻ കടന്നു കളഞ്ഞത് എന്നത് മാത്രമാണ് ഈ കേരളത്തെ ഒന്നടങ്കം വിഷമത്തിലാക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ട് പോലും ഷെഫീറിനെ പോലീസിനെ കൊണ്ട് പിടിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് പോലീസിന്റെ പിടിപ്പുകേട് തന്നെയാണ്. ശക്തമായ അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അന്യ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഒരുപാട് അന്വേഷണങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ പോലീസ് ഫോഴ്സ് എത്തി എന്നല്ലാതെ ഒരു തരത്തിലുള്ള ലീഡും ഈ കേസിൽ നിന്ന് ലഭിച്ചിട്ടില്ല. കുഞ്ഞിനെ കൊണ്ടുപോയത് കുഞ്ഞിനോടുള്ള ഇഷ്ടം കാരണമാണെന്നും അതോടൊപ്പം തന്നെ കുഞ്ഞിലുണ്ടാവുന്ന സ്വർണത്തെ മോഹിച്ചാണെന്നും രണ്ടഭിപ്രായമുണ്ട്. എന്തു തന്നെയായാലും ഒരു പിതാവ് എന്ന നിലയിൽ ആ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരുപക്ഷെ കുഞ്ഞിനോടുള്ള ഇഷ്ടത്തോടൊപ്പം തന്നെ സാമ്പത്തികമായി വളരെ തകർന്നിരുന്ന ഷെഫീറിന് ആ കുഞ്ഞിലുണ്ടായിരുന്ന സ്വർണവും ഒരുപക്ഷെ ഈ ഒളിച്ചുകളിക്ക് സഹായിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ എല്ലാ അമ്മമാർക്കും പിഞ്ചു കുഞ്ഞുങ്ങളെ കുറച്ചു സമയത്തേക്ക് പോലും പിരിഞ്ഞിരിക്കാൻ സാധിക്കണമെന്നില്ല. ആ സാഹചര്യത്തിലാണ് 20 ദിവസത്തോളമായി ഈ പിഞ്ചു കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് ആ മാതാവിന്റെ വിഷമം ഒരാൾക്കും തന്നെ അളക്കാൻ പറ്റുന്നതല്ല. എല്ലാവർക്കും തന്നെ ഏറ്റവും കൂടുതൽ സംശയമുള്ള കാര്യവും ഇത് തന്നെയാണ്. എന്തായിരിക്കും ശരിക്കും സംഭവിച്ചത്? അതനുസരിച്ച് ഒരുപാട് കമന്റുകളും മറ്റും വരുന്നുണ്ട്. പക്ഷെ അവരെ കുറിച്ചുള്ള മറ്റൊരു തരത്തിലുള്ള ഡീറ്റെയിൽസും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തു തന്നെയായാലും എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ കണ്ടെത്തണമെന്നും ആ പിഞ്ചു കുഞ്ഞിന് കണ്ടെത്തട്ടെ എന്നും കാത്തിരിക്കുന്ന ആ മാതാവിന്റെ കൈകളിലേക്ക് ആ കുഞ്ഞെത്തട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം.